Dear children, we are starting our 5th chapter, that is lines and shapes. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്, ഷേപ്പുകൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഉള്ള ഷേപ്പുകളൊക്കെ ഏതാണ് ഇവിടെ ഈ പിക്ചറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 4 സൈഡ്സ് ഈക്വൽ, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പ് ഏതാണ്? എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വരുന്നത് സ്ക്വയർ അല്ലേ. ഇനി ഇതെന്താണ്? വട്ടത്തിലിരിക്കുന്നത് സർക്കിൾ. ഇത് 3 സൈഡ്സ് 3 സൈഡ്സ് ഉള്ളത് ട്രയാങ്കിൾ. ഇതെന്താണ്? റെക്റ്റാങ്കിൾ അല്ലേ, റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ഇനി ഇത് സർക്കിൾ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലുക്ക് അറ്റ് ദ സോളിഡ് ഫ്രം ദ ഫ്രണ്ട്. ഇനി കളർ യുവർ ഷേപ്സ് ആൻഡ് നെയിം ഈച്ച് ഓഫ് ദം. ഇതിൻ്റെ എല്ലാത്തിനും നിങ്ങൾ കളറൊക്കെ ചെയ്ത് നിങ്ങൾ അതിൻ്റെ പേരൊക്കെ എഴുതുക. ഇനി റിഫ്രഷ് ആൻഡ് റീകോൾ സെക്ഷൻ എന്താണ്? ഐ ഹാവ് 3 corners ആൻഡ് 3 സൈഡ്സ്. 3 കോർണറും 3 സൈഡും ഉള്ളത് ഏതാണ്? ഇവിടെ നോക്കിക്കേ. കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂലകൾ അല്ലേ. 1 2 3 3 കോർണേഴ്സ് ഉണ്ട്, അതുപോലെ 3 സൈഡ്സ് ഉണ്ട്. 1 2 3. അപ്പോൾ 3 കോർണേഴ്സും 3 സൈഡ്സും ഉള്ള ഷേപ്പ് ഏതാണ്? ട്രയാങ്കിൾ. ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് നന്നായിട്ട് പഠിക്കണേ. ട്രയാങ്കിൾ. ഇനി നെക്സ്റ്റ്, ഐ ഹാവ് നോ കോർണേഴ്സ്. ഇങ്ങനെ കോർണേഴ്സ് ഒന്നുമില്ലെങ്കിൽ എന്തിരിക്കും? നല്ല ഉരുണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ എന്താണ്? കോർണേഴ്സ് ഒന്നുമില്ലെങ്കിൽ എന്താണ്? നല്ല മൂലകളൊന്നുമില്ല അല്ലേ. കോർണേഴ്സ് ഒന്നുമില്ലാത്തത് ആർക്കാണ്? സർക്കിൾ. നെക്സ്റ്റ്, ഐ ഹാവ് 6 റെക്റ്റാങ്കുലാർ ഫേസസ്. ഇപ്പം നിങ്ങളുടെ ഒരു ബോക്സ് അല്ലേ, അല്ലെങ്കിൽ നോക്കിയ ടീച്ചറിൻ്റെ ഈ ടെക്സ്റ്റ് നോക്കിക്കേ. 6 റെക്റ്റാങ്കുലാർ ഫേസസ്. ഇവിടെ ഒരു ഫേസ്, ഇവിടെ 2 അല്ലേ. ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 അല്ലേ. നിങ്ങളുടെ ബോക്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മേളിലൊരെണ്ണം, താഴെ ഒരെണ്ണം, പിന്നെ ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ്, ബാക്ക് അല്ലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 6 ഉണ്ട്. 6 റെക്റ്റാങ്കുലാർ ഫേസസ്. റെക്റ്റാങ്കുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം കൂടുതലും വീതി കുറവും അല്ലേ. അതായത് ഈ ഷേപ്പിലിരിക്കും, ഈ ഷേപ്പിലിരിക്കും. ഇതിനാണ് റെക്റ്റാങ്കുലാർ ഷേപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ 6 റെക്റ്റാങ്കുലാർ ഷേപ്പുള്ള അതിന്, അതായത് നിങ്ങളുടെ ബോക്സ് എക്സാമ്പിൾ, അത് അങ്ങനെയുള്ള ഷേപ്പിന് പറയുന്ന പേരെന്താണ്? ക്യൂബോയിഡ്. ക്യൂബോയിഡ്. ഇനി ഐ ഹാവ് 4 ഈക്വൽ സൈഡ്സ്. 4 ഈക്വൽ സൈഡ്സ് ഉള്ളത്, എല്ലാ വശങ്ങളും ഒരുപോലെ ഇരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിലൊക്കെ ചോക്ക് പെട്ടിയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ എല്ലാ സൈഡും ഒരുപോലെ ഇരിക്കുന്ന എന്താണ്? 4 വശങ്ങളും നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഈ സൈഡും ഈ സൈഡും ഈ സൈഡും എല്ലാം എൻ്റെ 4 വശവും ഒരുപോലെ ഇരിക്കും. 4 സൈഡും ഒരുപോലെ ഇരിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? സ്ക്വയർ. ഇനി താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കളർ ചെയ്യാനാണ്. റെക്റ്റാങ്കിൾസിനെല്ലാം ബ്ലൂ കളർ കൊടുക്കണം. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? നീളം കൂടുതലായിരിക്കും, വീതി കുറവായിരിക്കും. അതിനാണ് റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിനെല്ലാം ബ്ലൂ കളർ കൊടുക്കണം, സർക്കിളിനെല്ലാം റെഡ് കളർ കൊടുക്കണം. സ്ക്വയർ, അതായത് നീളവും വീതി ഒരേപോലെ 4 സൈഡ് ഒരുപോലെ ഇരിക്കുന്നതാണ് സ്ക്വയർ. സ്ക്വയറിന് ഗ്രീൻ കളർ കൊടുക്കണം, ട്രയാങ്കിളിന് പിങ്ക് കളർ കൊടുക്കുക. അപ്പം നിങ്ങളത് ടീച്ചർ വർക്ക് തരുവാണ്, നിങ്ങളത് ചെയ്യുക. ഇനി ഇവിടെ താഴെ സർക്കിൾസ് കുറേ എണ്ണം അകത്തുകൂടെയും പുറത്തുകൂടെ ഒക്കെ വരച്ചിട്ടുണ്ട്. അതിനകത്ത് എത്ര സർക്കിൾ ഉണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എണ്ണുക. എന്നിട്ട് എത്ര സർക്കിൾ ഉണ്ടെന്ന് നോക്കുക. കളർ ദ ബിഗ്ഗസ്റ്റ് സർക്കിൾ. ഏറ്റവും വലിയ സർക്കിളിന് മാത്രം കളർ ചെയ്യുക. ഇനി അതിൻ്റെ താഴെ കുറച്ച് റെക്റ്റാങ്കിൾസ് ആണ്. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ്. മൊത്തത്തിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക അല്ലേ. അപ്പം ഇതൊരു റെക്റ്റാങ്കിളാണ്, അതിനുശേഷം ഇതൊരു റെക്റ്റാങ്കിളാണ്, പിന്നെ ഇവിടെ അങ്ങനെ എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് നിങ്ങൾ മാക്സിമം എണ്ണി നോക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ റെക്റ്റാങ്കിൾസിന്, ഏറ്റവും ചെറിയ 2 റെക്റ്റാങ്കിൾ ഉണ്ട്, അവയ്ക്ക് കളർ കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക്
നമ്മുടെ ലെസണിലേക്ക് വരുന്നത് ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു ഓർമ്മയായിരുന്നു അല്ലേ. നെക്സ്റ്റ് പോയിൻറ്റ്സ് ആൻഡ് ലൈൻസ്. പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡോട്ട്, നമ്മൾ ചുമ്മാ ഒരു കുത്തിടുന്നതിനാണ് നമ്മൾ പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അതിന് ഈ പോയിൻറ്റിന് നീളമില്ല, വീതിയില്ല അല്ലേ, ലെന്തൊന്നുമില്ല, ആകെ ഒരു ഡോട്ട്, അതാണ് പോയിൻ്റ്. അപ്പം പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ദ ഡോട്ട് ഓൺ ദ പേപ്പർ ഈസ് കോൾഡ് എ പോയിൻ്റ്. എ പോയിൻ്റ് ഹാസ് നോ ലെന്ത് ഓർ ബ്രെഡ്ത്ത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ ടീച്ചർ ഇപ്പം പറയുന്ന പേജ് 142 ആണ്. പേജ് 142 അതിനകത്ത് പോയിൻ്റ് എന്നുള്ളതിൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട്. എ പോയിൻ്റ് ഹാസ് നോ ലെന്ത് ഓർ ബ്രെഡ്ത്ത്. അത് നിങ്ങളൊരു പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അത് പഠിക്കണം. പോയിൻറ്റിന് നീളവും ഇല്ല, വീതിയും ഇല്ല. ഈ പോയിൻ്റ് ഹാസ് എ ലൊക്കേഷൻ ഇൻ സ്പേസ്. അത് അതിന് ഏതെങ്കിലും ഒരു സംഭവം കാര്യം സൂചിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ഥാനം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയിൻ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഷോസ് എ പൊസിഷൻ. ഒരു സ്ഥാനം നിർണ്ണയിക്കുക, പൊസിഷൻ, അതാണ് പോയിൻ്റ്. നെക്സ്റ്റ് ലൈൻ. ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിൻറ്റ്സ് പ്ലേസ്ഡ് ക്ലോസ് ടുഗദർ വൺ ആഫ്റ്റർ അനദർ മേക്ക് എ ലൈൻ. അതായത് ഇങ്ങനെ രണ്ട് പോയിൻറ്റുകൾ, ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് പോയിൻറ്റുകളുണ്ട്, ആ രണ്ട് പോയിൻറ്റുകളെ ഇങ്ങനെ സൂചിപ്പിക്കുന്നതാണ് ലൈൻ അല്ലേ. പോയിൻറ്റ്സ് പ്ലേസ്ഡ് ക്ലോസ് ടുഗദർ, അതായത് ഈ പോയിൻറ്റുകളെല്ലാം ഇങ്ങനെ ചേർന്ന് പോയിൻറ്റുകൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താവും? ഒരു ലൈനായിട്ട് മാറും അല്ലേ. ഇതിവിടെ ഒരു പോയിൻറ്റ്, അതിനോട് ചേർന്നൊരു പോയിൻറ്റ്, അങ്ങനെ പോയിൻറ്റുകൾ മുട്ടി ചേർന്ന് വരുമ്പോഴത്തേനും എന്താകും? ഒരു ലൈനായിട്ട് മാറും. പോയിൻറ്റ്സ് പ്ലേസ്ഡ് ക്ലോസ് ടുഗദർ വൺ ആഫ്റ്റർ അനദർ മേക്ക് എ ലൈൻ. ഇനി ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കണേ. ലൈനിൻ്റെ ഇവിടെ കണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഓരോ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ലൈൻ ഈ വശത്തേക്ക് നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു, ഇത് ഈ സൈഡിലേക്കും നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ലൈൻ ഇത് ഇങ്ങോട്ട് എത്ര നീളമെന്ന് നമുക്കറിയത്തില്ല, ഇങ്ങോട്ടും എത്രയോ നീളമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ലൈനിന് കൃത്യമായിട്ടുള്ള ഒരു ലെന്ത് ഇല്ല. ഈ ലൈൻ ഹാസ് ലെന്ത് ബട്ട് നോ ബ്രെഡ്ത്ത്. അപ്പോൾ ലൈനിന് നീളമുണ്ട്, പക്ഷേ അത് എൻ്റെ നീളം നമുക്ക് അളക്കാൻ പറ്റത്തില്ല, കാരണം അത് എത്ര നീണ്ടു പോകുമെന്ന് നമുക്കറിയത്തില്ല അല്ലേ. പക്ഷേ അതിന് ബ്രെഡ്ത്ത് ഇല്ല, വീതിയില്ല. ഇതിൻ്റെ അളക്കാൻ മാത്രമുള്ള വീതിയൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈനല്ലേ. അതിന് ലെന്തുണ്ട്, പക്ഷേ ബ്രെഡ്ത്ത് ഇല്ല. പക്ഷേ ആ ലെന്ത് ഡെഫിനിറ്റ് ലെന്താണോ, കൃത്യമായ ലെന്താണോ? അല്ല, അത് അളക്കാൻ സാധിക്കത്തില്ല, കാരണം അത് എത്ര നീണ്ടു പോകും എന്നുള്ള കാര്യം നമുക്കറിയില്ല. എ ലൈൻ ഹാസ് ലെന്ത് ബട്ട് നോ ബ്രെഡ്ത്ത്. ഇറ്റ് ഹാസ് നോ ബിഗിനിങ് ആൻഡ് നോ എൻഡ്. ഇതിന് തുടക്കവും ഇല്ല, അവസാനവും ഇല്ല. ദ ആരോസ് അറ്റ് ബോത്ത് എൻഡ് ഷോസ് ദാറ്റ് ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ഇൻ ബോത്ത് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ആരോ മാർക്ക് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? രണ്ട് സൈഡിലേക്കും ഇത് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന. ഇനി ലൈനിന് നമ്മൾ ഷോർട്ടായിട്ട് എഴുതാൻ ലൈൻ എ ബി. ഇപ്പോൾ ഈ ലൈനിൻ്റെ പേര് ലൈൻ എ ബി എന്ന് പേര് കൊടുത്തു. പിന്നെ നമുക്ക് ലൈൻ എ ബി എന്ന് നീട്ടി എഴുതാതെ എങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്? ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എ ബി എന്ന് എഴുതിയാൽ നമ്മൾ തന്നെ ഇങ്ങനെ വായിക്കുന്നത് ലൈൻ എ ബി, വായിക്കുന്നത് ലൈൻ എ ബി. ഇനി ലൈൻ സെഗ്മെൻറ്റ്. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതൊരു ലൈൻ എ ബി, അതിനകത്തുനിന്ന് ഒരു കഷ്ണം നമ്മൾ മുറിച്ചെടുത്തു, ഇവിടുന്ന് ഇവിടുത്തെ നീളത്തിൽ അങ്ങ് മുറിച്ചെടുത്തു. ലൈനിൻ്റെ ഒരു സെഗ്മെൻറ്റ്, അതിനാണ് ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ് എന്താണ്? ഇവിടം തൊട്ട് ഇവിടം വരെയല്ലേ നമ്മൾ മുറിച്ചെടുത്തത്. അപ്പോൾ ഇവിടെ ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്, ഇവിടെയും ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഇതിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ലൈൻ സെഗ്മെൻറ്റ്. ലൈൻ സെഗ്മെൻറ്റ്. പിന്നെ നമുക്ക് എ ബി എന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ ചുമ്മാ എ ബി എന്ന് കിട്ടുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡിൽ ഓരോ പോയിൻ്റ് ഉണ്ടായിരിക്കും. ബിഗിനിങ്ങിൽ പോയിൻ്റ് ഉണ്ട്, അതുപോലെ എൻഡിലും പോയിൻ്റ് ഉണ്ട്. ലൈൻ സെഗ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ലൈൻ. ലൈനിൻ്റെ ഒരു ഭാഗമാണ് ലൈൻ സെഗ്മെൻറ്റ്. ഇനി ലൈൻ സെഗ്മെൻറ്റിന് നമുക്ക് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ഇങ്ങനെ എഴുതി അതിൻ്റെ താഴെ ഒരു എ ബി എഴുതിയാൽ ഇത് വായിക്കുന്നത് ലൈൻ സെഗ്മെൻറ്റ് എ ബി. ഇനി ലൈൻ സെഗ്മെൻറ്റിൻ്റെ കൃത്യം ഇത്ര നീളമുള്ളത് നമുക്കറിയാം. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റിൻ്റെ നീളം നമുക്ക് കൃത്യമായിട്ട് അളക്കാനായിട്ട് സാധിക്കും.
Line segment is a part of a line. The line segment AB is a straight path containing A and B and all the points between A and B. ഇനി ലൈൻ സെഗ്മെൻറ്റിന് കറക്റ്റായിട്ടുള്ളൊരു ലെന്ത് ഉണ്ട് അല്ലേ. ഇനി രണ്ട് ഇവിടെ നോക്കിയാൽ നെക്സ്റ്റ് പിക്ചറിൽ 2 ലൈൻ സെഗ്മെൻറ്റ്സ്, അത് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റും സി ഡി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ്. ഇത് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ്, ഇത് സി ഡി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ്. അത് രണ്ടും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ക്രോസ് ആയിട്ട് പോയാൽ ഇവിടെ ഒരു പോയിന്റിൽ മുട്ടും. അതിന് പറയുന്ന പേരാണ് പി അല്ലേ. എ ആൻഡ് ഇത് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും സി ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും ക്രോസ് ആയിട്ട് വരുമ്പോൾ അതൊരു പോയിന്റിൽ മീറ്റ് ചെയ്യും അല്ലേ. നെക്സ്റ്റ് റേ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പഠിച്ചു ഏതാണ്, ജസ്റ്റ് ഒരു പൊസിഷനെ സൂചിപ്പിക്കാൻ, ലെന്തോ ബ്രെഡ്ത്തോ ഇല്ലാത്ത ജസ്റ്റ് ഒരു പൊസിഷനെ സൂചിപ്പിക്കാൻ, ഒരു ലൊക്കേഷനെ സൂചിപ്പിക്കാൻ മാത്രമാണ് പോയിന്റ് ഉപയോഗിക്കുന്നത്. പോയിന്റുകൾ വളരെ ക്ലോസ് ആയിട്ട് ചേർന്ന് വരുമ്പം ഒരു ലൈൻ ഫോം ചെയ്യുന്നു. ലൈനിൻ്റെ രണ്ട് സൈഡിലും ആരോ മാർക്കുണ്ട്. അതിനെ സൂചിപ്പിക്കുന്നത് രണ്ട് സൈഡിലേക്കും അത് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ലൈനിന് ബിഗിനിങ് പോയിൻറ്റും ഇല്ല, എൻഡ് പോയിൻറ്റും ഇല്ല. ഇനി ലൈനിൽ നിന്ന് നമ്മളൊരു കഷ്ണം ഒരു കുറച്ചിങ്ങ് മുറിച്ചിങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ലൈൻ സെഗ്മെൻറ്റ്. ലൈൻ സെഗ്മെൻറ്റിന് രണ്ട് സൈഡിൽ എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. ലൈൻ സെഗ്മെൻറ്റ് ഹാസ് 2 എൻഡ് പോയിൻറ്റ്സ് അല്ലേ. ഇനി നെക്സ്റ്റ്, ഇപ്പം ഈ ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ ഈ ലൈനിൽ നിന്നും ഒരു ഇതിനിങ് എടുക്കുമ്പോൾ ഇവിടെ മുതലെടുക്കുന്നത് വിചാരിക്കുക. അതായത് ഒരു സൈഡ് എൻഡ് പോയിൻ്റ് ഉണ്ട്, മറ്റേ സൈഡ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ 1 എൻഡ് പോയിൻ്റ് അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് റേ. അപ്പോൾ റേക്ക് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ ബിഗിനിങ്ങിലാകാം അല്ലെങ്കിൽ എൻഡിങ്ങിലാകാം. എങ്ങനെയായാലും അത് റേ തന്നെയാണ്. മനസ്സിലായോ? 1 എൻഡ് പോയിൻ്റ് ഉണ്ട്, 1 സൈഡ് നീണ്ടുപോകുന്നു. അങ്ങനെയുള്ളതിനാണ് റേ എന്ന് പറയുന്നത്. റേയെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? റേ എ ബി എന്നാണ് ഇത് വായിക്കുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ലൈൻസ്. ഇവിടെ ഈ കോളത്തിൽ പേജ് 143 ഒരു കോളത്തിൽ ഇതിൻ്റെ പ്രത്യേകതകളെല്ലാം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. എ ലൈൻ കണ്ടിന്യൂസ് വിതൗട്ട് ആൻ എൻഡ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. അതായത് ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കും അത് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു, എൻഡില്ല. എ ലൈൻ സെഗ്മെൻറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത് ആൻഡ് ഹാസ് 2 എൻഡ് പോയിൻറ്റ്സ്. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ലെന്ത് ഉണ്ട്, രണ്ട് സൈഡിലും എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. Ray continues without an end but it one direction and has one end point. റേക്കും കൃത്യമായി നീളമില്ല, അത് നീണ്ടുപോകും, പക്ഷേ ഒരു സൈഡിലേക്ക് മാത്രമേ നീളുകയുള്ളൂ, ഒരു സൈഡിൽ എൻഡ് പോയിൻ്റ് ആണ്. അങ്ങനത്താണ് റേ. ഇനി ടൈപ്സ് ഓഫ് ലൈൻസ് പലതരത്തിലുള്ള ലൈൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഈ ലൈൻസ് ഇതുപോലെ ഇരിക്കുന്ന ലൈൻസ്, അതായത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ നീണ്ടു പോവുക. ഇതുപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ലൈനിന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ ലൈൻ. ഇനി ഇതുപോലെയാണ് ലൈൻ നീണ്ടു പോകുന്നതെങ്കിലോ ഇങ്ങനെയുള്ള ലൈനിന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇനി ചരിഞ്ഞിരിക്കുന്നത് നോക്കാം. ഇങ്ങനെയുള്ളതാണെങ്കിൽ ഇതെല്ലാം ലൈൻ തന്നെയാണ് അല്ലേ. ഇത് ലൈൻ ഇങ്ങനെയാണ്, മേളിയും താഴേക്ക് ഇങ്ങനെ ഈ രൂപത്തിലാണ് ലൈൻ പോകുന്നത്. ഇത് നമ്മൾ ബുക്കിലൊക്കെ വരയിട്ടേക്കുന്നത്, അതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇനി ചരിഞ്ഞു വരുന്നത് സ്ലാൻഡിങ് ലൈൻ. അപ്പോൾ ലൈൻസ് പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് സ്ലാൻഡിങ് ലൈൻ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ എ ഡി അതുപോലെ ബി സി ഇത് രണ്ടും എന്താണ്? വെർട്ടിക്കൽ ലൈൻസ് ആണ്. എ ബിയും ഡി സിയും
ഹൊറിസോണ്ടൽ ലൈനാണ് അല്ലേ. ഇവിടെ LMPQ സ്ലാൻഡിങ് ലൈൻസാണ്. ഇനി എക്സർസൈസ് 5A ഐഡൻറ്റിഫൈ ദ ഫോളോയിങ്. അപ്പോൾ അതിനകത്ത് അത് ഓരോന്നിൻ്റെയും പേര്. എ എന്നതാണ്, ഒരു സൈഡിൽ എൻ പോയിൻ്റ് ഉണ്ട്, ഒരു സൈഡിൽ ആരോ മാർക്കുണ്ട്. അപ്പോൾ അതെന്താണ്, റേ. ബിയോ രണ്ട് സൈഡിലും ആരോ മാർക്കുണ്ട്. അപ്പോൾ അതെന്താണ്, ലൈൻ അല്ലേ. ഇനി സിയോ ആറും എസും രണ്ട് സൈഡിൽ എൻ പോയിൻറ്റ്സ് കിടക്കുവാണ്. അപ്പോൾ അത് ലൈൻ സെഗ്മെൻറ്റ്. ഡി ഒരു സൈഡിൽ ആരോ മാർക്കുണ്ട്, ഒരു സൈഡിൽ എൻ പോയിൻ്റാണ്. അപ്പോൾ അത് റേ. നിങ്ങളവിടെ ആ പേരുകൾ സ്പെല്ലിംഗ് എഴുതി വയ്ക്കുക. അതുപോലെ നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇൻ ദ ഫിഗർ AB, BC ആൻഡ് CAR അത് ഏതൊക്കെ ലൈൻസാണ്? ലൈൻസ്, ലൈൻ സെഗ്മെൻറ്റ്, റേസ്. ഏതാണ്? അതിന് രണ്ടും ഫിക്സഡ് ആയിരുന്നു. ഇവിടെ നോക്കിക്കേ, അല്ലേ. ഇത് ABC. ഇവിടെ എവിടെയെങ്കിലും ആരോ മാർക്കുണ്ടോ? AB എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എൻഡ് പോയിൻ്റ് ആണ്, ഇവിടെ എൻഡ് പോയിൻ്റാണ്. BC എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എൻഡ് പോയിൻ്റ് ആണ്, ഇവിടെയും എൻഡ് പോയിൻ്റാണ്. AC എന്ന് പറഞ്ഞാൽ ഇവിടെയും രണ്ട് സൈഡിൽ എൻഡ് പോയിൻറ്റ്സ്. അപ്പോൾ AB, BC ആൻഡ് CAR എന്താണ്? ലൈൻ സെഗ്മെൻറ്റ്സ്. അതെല്ലാം ലൈൻ സെഗ്മെൻറ്റുകളാണ്. ഇനി നെയിം ദ ടൈപ്പ് ഓഫ് ലൈൻസ്. ആദ്യത്തേത് ഏത് ലൈനാണ്? ഹൊറിസോണ്ടൽ ലൈൻ അല്ലേ. ബി ഏതാണ്? സ്ലാൻഡിങ് ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് നിങ്ങൾ നന്നായിട്ട് ലെസൺ നന്നായിട്ട് വായിച്ച് സ്പെല്ലിങ്ങുകളെല്ലാം നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം നമ്മുടെ ടെസ്റ്റ് പേപ്പറിന് നന്നായിട്ട് പഠിച്ചു ഒരുങ്ങുക. ഓക്കെ.